ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ 2 എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. സെക്കൻഡ് ലാംഗ്വേജും കെമിസ്ട്രിയും. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു ചെറിയ റിവ്യൂ ആണ് ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ കെമിസ്ട്രീനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പേപ്പറായിരുന്നു. ഓക്കെ, അത്യാവശ്യം സിമ്പിളായിട്ടുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാവർക്കും എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക. കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഫുൾ അടിക്കാമായിരുന്ന ഒരു പേപ്പറായിരുന്നു കെമിസ്ട്രി. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് പറയണോ? എന്തായാലും പറഞ്ഞു നോക്കുക, കാരണം എല്ലാ വീഡിയോയിലും പറയണല്ലേ, അപ്പോൾ ഇതും കൂടി ഉണ്ട് പറയാം. അപ്പോൾ ആദ്യത്തെ ആൻസർ സി ആണ് ഞാൻ എഴുതിയത്. എത്തനോൾ ആൻഡ് അസറ്റോൺ, ദ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ ലെഡ് സ്റ്റോറേജ് 38% കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. പിന്നെ മൂന്നാമത്തെ സീറോ ഓർഡർ എന്നാണ് എഴുതിയത്. നാലാമത്തെ അസേർഷൻ ട്രൂ, റീസൺ ഫാൾസ്. അഞ്ചാമത്തെ സി ഓപ്ഷനാണ് ഞാൻ എഴുതിയത്. ഓക്കെ, അങ്ങനെ 1 മാർക്കിൻ്റെ സെഷൻ കഴിഞ്ഞു. പിന്നെ 2 മാർക്കിൻ്റെ 8 ക്വസ്റ്റ്യൻ എഴുതുന്ന സെഷൻ. അതിൽ പിന്നെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് അത് ഓക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഐസോട്ടോണിക് സൊല്യൂഷൻസിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ, അത് ആദ്യത്തേൽ സെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇത് വന്നിട്ട് പൊട്ടി അങ്ങനെ ആവും. പിന്നെ രണ്ടാമത്തേൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് പോയിട്ട് പൊട്ടിത്തെറിക്കും. അങ്ങനെ ആണ് ഞാൻ എഴുതിയത്. പിന്നെ അടുത്തത് ഇത്തിരി ഒരു കൺഫ്യൂഷൻ ഉണ്ട്. റിയാക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ എഴുതിയത് കോപ്പറിന് ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി, അങ്ങനെയാണ് ഞാൻ എഴുതിയത്. അടുത്ത റെഡ്യൂസിങ് പവർ എന്ന് പറയുമ്പോൾ റെഡ്യൂസിങ് ഏജൻറ്റ് എന്നല്ലേ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ ഞാൻ എഴുതിയത് സിങ്ക് ആണല്ലോ. അപ്പോൾ സിങ്ക് ആണല്ലോ ഓക്സിഡൈസ് ചെയ്യുക. അപ്പോൾ സിങ്കാണ് ഏറ്റവും നല്ല റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ സിങ്ക് വലുത് എന്നുള്ള രീതിയിലാണ് അത് എഴുതിയിരിക്കണം. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് K×1000/m ആ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്ത് ചെയ്യേണ്ട സംഭവമാണ്. അത് എത്രയോ 124 അങ്ങനെ ഒരു ആൻസർ എനിക്ക് കിട്ടിയത്. പിന്നെ അടുത്ത 10ാമത്തെ അതിൻ്റെ ഓർഡർ കണ്ടുപിടിക്കാനാണ്. അതിൽ അവർ റേറ്റ് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട് തോന്നുന്നു. പക്ഷെ അതിൽ ഈ I- അതിൽ 3 ആണ് ആ ഒരു ഇക്വേഷനിൽ. പക്ഷേ അവർ തന്നതിൽ I- മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി, ഇതിൻ്റെ ഓർഡർ 4 ആണോ അതോ 2 ആണോ എന്ന്. ഞാൻ 2 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, പിന്നെന്താ എഴുതാൻ പറഞ്ഞു? യൂണിറ്റ് ഞാൻ mol⁻⁻1 ലിറ്റർ (s⁻⁻1) അതാണ് എഴുതിയത്. അങ്ങനെ എഴുതി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയുക. പിന്നെ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താണെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ, ആ എക്സാമ്പിളാണ് എഴുതിയത്. പിന്നെ കാറ്റലിസ്റ്റ് ആ ഒരു ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. പറ്റുന്ന രീതിയിലേക്ക് വരച്ച് വെച്ചിട്ടുണ്ട്. മീൻസ് ഇങ്ങനെ ഒരു പാത്ത് ഒരു ആ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കോർഡിനേറ്റ്സ് അതൊന്നും നേരെ എഴുതിയിട്ടില്ല. പിന്നെ വേറെ എന്തൊക്കെയോ അതിൽ അടയാളപ്പെടുത്താണ്ടായിരുന്നു, അത് നേരെ എഴുതിയിട്ടില്ല. പക്ഷേ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. പിന്നെ ആവറേജ് റേറ്റും ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റും തമ്മിലുള്ള വ്യത്യാസം. പിന്നെന്താ അടുത്ത ഞാൻ വിട്ടു, കാരണം അരീനസ് ഇക്വേഷൻ എനിക്ക് ആ ഒരു ലാസ്റ്റ് ഒരു ജഗബുഗയിൽ നോക്കാൻ മറന്നു. അതുകൊണ്ട് അത് ഞാൻ എഴുതിയിട്ടില്ല. പിന്നെ 15ാമത്തെ ഫസ്റ്റത്തെ അറിയായിരുന്നു, ബി ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അത് രണ്ടുമാണ് ഞാൻ വിട്ടത്. പിന്നെ 16th ക്വസ്റ്റ്യൻ, അതായത് 3 മാർക്കിൻ്റെ സെഷനാണ്. 8 ക്വസ്റ്റ്യൻ എഴുതണം ഇതിലും. ഓക്കെ, പക്ഷേ നമുക്ക് 3 എണ്ണം വിടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കുറച്ച് ഓക്കെ ആയിട്ട് തോന്നി. ഓക്കെ, അപ്പോൾ അതിൽ അസിയോട്രോപിക് മിക്സ്ചേഴ്സും പിന്നെ അതിൻ്റെ 2 എക്സാമ്പിളും മിനിമം ബോയിലിങ്ങും മാക്സിമം ബോയിലിങ്ങും ആ 2 എഴുതിയാൽ മതി. പിന്നെ അടുത്തതൊരു കാൽക്കുലേഷൻ ക്വസ്റ്റ്യനാണ്, സ്ഥിരം ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഞങ്ങൾക്ക് മിഡ് ടേമിലൊക്കെ ചോദിച്ച അതേ ക്വസ്റ്റ്യനാണ്. പിന്നെ അടുത്തത് മൊളാരിറ്റി ഡിഫറൻസ്, പിന്നെ മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. അതൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ അടുത്തത് ഇത് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഫീസിബിൾ റിയാക്ഷൻ കാഥോഡിൽ റിഡക്ഷൻ ആണല്ലോ സംഭവിക്കുക. അപ്പോൾ AG അതാണ് ഞാൻ എഴുതിയത്, ആ റിയാക്ഷൻ എഴുതിയത്. പിന്നെ കണ്ടക്ടിവിറ്റിക്കും മോളാർ കണ്ടക്ടിവിറ്റിക്കും കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ അതെല്ലാം ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഡൈല്യൂഷൻ എന്ന് വെച്ചിട്ടാണ് പഠിച്ചത്, പക്ഷേ അതിനെ എഴുതിയത്. മീൻസ് കണ്ടക്ടിവിറ്റി 2ലും കുറയും, പിന്നെ മോളാർ കണ്ടക്ടിവിറ്റി 2ലും കൂടും. പക്ഷേ വീക്ക് ഇലക്ട്രോലൈറ്റ്സിൽ നന്നായിട്ട് കൂടും, പിന്നെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൽ സ്ലൈറ്റ് ഇൻക്രീസ്. അതാണ് എഴുതിയത്. പിന്നെ അടുത്തത് ഇത് ഇലക്ട്രോ കെമിസ്ട്രിയിലെ ബാറ്ററിയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും അറിയായിരുന്നു. അടുത്ത ആ ഒരു ഡ്രൈ സെല്ലിൻ്റെ ആനോഡും കാഥോഡും ആ ഒരു ഡ്രൈ സെല്ലിൻ്റെ മാത്രം ഞാൻ എന്തോ അപ്പം പെട്ടെന്ന് ഓർമ്മ വന്നു, അതുകൊണ്ട് അത് എഴുതി. പിന്നെ ഹിയറിംഗ് എയ്ഡ്സ് അത് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ നിക്കൽ കാഡ്മിയം സെല്ലിനാണ് എഴുതിയത്. അതുതന്നെയാണോ എന്ന് ഞാൻ ആൻസർക്ക് ചെക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ എഴുതിയത് പറയുകയാണ്.
പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ വിട്ടു, അത് കുറച്ച് റിയാക്ഷൻസ് ഒക്കെ കാണാണ്ട് പഠിക്കണം, അതുകൊണ്ട് ഞാൻ വിട്ടു. പിന്നെന്താ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ, അതെനിക്ക് മറ്റേ -d, അത് ആ സംഭവം തന്നെയല്ലേ, d/dt, ആ സംഭവമാണ് ഞാൻ എഴുതിയത്. പിന്നെ അതിൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യന് എഴുതിയിട്ടുണ്ട്, പക്ഷേ വലിയ ഉറപ്പില്ല. പിന്നെ 23ാമത്തെ ക്വസ്റ്റ്യൻ ഹാഫ് റിയാക്ഷൻ അത് എഴുതിയിട്ടുണ്ട്. പിന്നെ 0.693/k, ആ ഒരു കെൻ്റെ വാല്യൂ തന്നിട്ടുമുണ്ട്, അതിലിട്ട് കൊടുത്ത് ചെയ്താൽ മതി അടുത്തത്. പിന്നെ അടുത്ത 3 റീസൺ, അത് ഡി ബ്ലോക്കിലെ കുറച്ച് സംഭവങ്ങളാണ്. അതിൽ കാറ്റലിസ്റ്റ്സിൻ്റെ അത് മാത്രമേ എനിക്ക് കുറച്ച് ഡൗട്ട് അടിച്ച്, ബാക്കി 2 എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത ഡി ബ്ലോക്ക് അതും കാണാണ്ട് പഠിക്കാനായിട്ട് ഞാൻ വിട്ടിട്ടുണ്ട്, അത് നേരെ പഠിക്കാൻ ടൈം കിട്ടിയിട്ടില്ല. 26ാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും ഡി ബ്ലോക്ക് തന്നെയാണ്. അതിൽ ഞാൻ എഴുതിയത് പറയാം, സിങ്ക്, പിന്നെ സ്കാൻഡിയം, മാംഗനീസ്, ഇതാണ് ഞാൻ എഴുതിയത്. പിന്നെ അടുത്ത് ലാസ്റ്റ് സെഷൻ എത്തി. ഓക്കെ, അത് ലാസ്റ്റ് സെഷൻ പൊതുവേ സിമ്പിളായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക്, കുറച്ചും കൂടി. മറ്റേ മൊത്തം സിമ്പിളാണ് അത്യാവശ്യം, അതായത് സിമ്പിൾ എന്ന് അങ്ങനെ അറിയില്ല, മീൻസ് പഠിച്ചു പോയ കുട്ടികൾക്ക് അത്ര കുഴപ്പിക്കുന്ന ടൈപ്പ് മറ്റേ +1 മറ്റേ ക്രിസ്മസ് എക്സാമൊക്കെ വന്നില്ല, അതേപോലെ ഒന്നും വന്നിട്ടില്ല. അത്യാവശ്യം ഓക്കെ ആയിരുന്നു. പിന്നെ ഇതിൽ ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ ആ ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആയിരുന്നു ആ ഒരു 27ാമത്തെ. പിന്നെ 28ാമത്തും ഓസ്മോസിസ്, റിവേഴ്സ് ഓസ്മോസിസ്, ഓസ്മോട്ടിക് പ്രഷർ, ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതും പിന്നെ ഒരു മറ്റേ നേൺസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ. പിന്നെ അടുത്ത് കോൾ റഷസ് ലോ. പിന്നെ അത് അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ തന്നെ ഒരു സാൾട്ട് എടുത്തിട്ട്, ഇലക്ട്രോലൈറ്റ് എടുത്തിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ NaNO3 അത് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ, എങ്ങനെ ഓർമ്മ വന്നു, മീൻസ് ഇങ്ങനെ കുറയ്ക്കണൊക്കെ വെച്ച് NaCl കുറയ്ക്കുക അങ്ങനെയൊക്കെ വെച്ചിട്ട് അത് ചെയ്തിട്ടുണ്ട്. HCl കുറയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തതിൻ്റെ ഡിഫറൻസ് ഇൻ്റഗ്രേറ്റഡ് ഏകദേശം അറിയായിരുന്നു. പിന്നെ അത് 3 ചെയ്തില്ലേ പറഞ്ഞിട്ട് അത് വിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ കെമിസ്ട്രി എക്സാം. ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് മലയാളം കൂടി ഉണ്ടായിരുന്നു ഇന്ന്, മലയാളം. ഓക്കെ, അപ്പോൾ ഞാൻ മലയാളം എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മലയാളത്തിനെ പറ്റി പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറയാനില്ല, ഒരു ടിപ്പിക്കൽ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു, വലിയ അങ്ങനെ. പിന്നെ കുറച്ച് 2 പിന്നെ മാച്ച് ദ ഫോളോയിങ്ങും, പിന്നെ പാരഗ്രാഫ്, ലോകകപ്പിനെ കുറിച്ചിട്ടാണ് ഇപ്രാവശ്യം പാരഗ്രാഫ് ചോദിച്ചത്. പിന്നെ അങ്ങനെ കുറച്ച് ഇതൊക്കെ ആയിട്ട് എനിക്ക് എഴുതാൻ നല്ല മടിയുണ്ടായിരുന്നു മലയാളത്തിൻ്റെ ടൈമിൽ, മീൻസ് എഴുതി തീർക്കാൻ സമയത്തിനുള്ളിൽ എഴുതി തീർക്കാനൊക്കെ പറ്റി, എന്നാലും ഒരു മടി, ഇത്ര എഴുതണ്ടേ എന്നുള്ളൊരു മടി. ബാക്കി ഓക്കെ ആയിരുന്നു. പിന്നെ മലയാളത്തിനെ പറ്റി അതൊക്കെ തന്നെ പറയാനുള്ളൂ. എല്ലാവരും അത്യാവശ്യം എഴുതാൻ പറ്റിയിട്ടുണ്ടാവും തോന്നുന്നു എല്ലാവർക്കും. പിന്നെ ലാംഗ്വേജ് എക്സാംസും കെമിസ്ട്രിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു. ഇനി നാളെ മാത്സ് എക്സാമാണ്, എന്ത് ചെയ്യുന്ന ഒരു പിടിയില്ല. ഓക്കെ, കെമിസ്ട്രിയൊക്കെ ആണെങ്കിൽ നമുക്കൊരു സംഭവമുണ്ട്, ഇത് പഠിച്ചാൽ വരും. ഓക്കെ, പക്ഷേ മാത്സിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഓക്കെ, അപ്പോൾ അതൊരു ഡൗട്ടായി നിൽക്കുന്നുണ്ട്. ഇന്ന് ഒരു കുറച്ച് മണിക്കൂറും കൂടിയേ ഉള്ളൂ മാത്സിന്, ഇനി എന്ത് ചെയ്യണം എന്ന് ഒരു ഐഡിയ ഇല്ല. ഓക്കെ, നമുക്ക് പരമാവധി നോക്കാം, മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കാം, ബാക്കി നമുക്ക് അടുത്ത ടേമിൽ സെറ്റാക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക. ബൈ.